പരശുരാമൻ മഴു ഏന്തിയ മഹാവിഷ്ണു അവതാരം. ഭൂമിയിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ ലോകത്തെ രക്ഷിക്കാൻ മഹാവിഷ്ണു 10 അവതാരങ്ങൾ എടുത്തു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതിൽ 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. ഒരു ബ്രാഹ്മണനായി ജനിച്ചുവെങ്കിലും കയ്യിൽ മഴു ഏന്തി ഒരു പോരാളിയായി അദ്ദേഹം മാറി. ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 7 പുണ്യപുരുഷന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഭൃഗുവംശത്തിന്റെ തിലക്കമായ ഭാർഗവരാമന്റെ ജനനം മുതൽ കേരളത്തിന്റെ ഉൽപ്പത്തി വരെയുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കാം. ഭാഗം 2. ജനനവും വിദ്യാലാഭവും. മഹാമുനിയായ ജമദഗ്നിയുടെയും രേണുകാദേവിയുടെയും 5ാമത്തെ മകനായിട്ടാണ് രാമൻ ജനിച്ചത്. ചെറുപ്പം മുതലേ അസാമാന്യമായ കരുത്ത് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പിതാവിൽ നിന്ന് സകല വിദ്യകളും അഭ്യസിച്ച രാമൻ തന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് പരമശിവനെ ആരാധിക്കാൻ തീരുമാനിച്ചു. ഹിമാലയത്തിൽ കഠിനമായ തപസ്സു ചെയ്ത രാമൻ മുന്നിൽ ശിവൻ പ്രത്യക്ഷനായി. ലോകത്തെ ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കാൻ ശിവൻ അദ്ദേഹത്തിന് ഒരു കോടാലി സമ്മാനിച്ചു. ഇതിനെയാണ് പരശു എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. ഭാഗം 3. മാതൃഹത്യയും പുനർജന്മവും. പരശുരാമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്നായിരുന്നു. ഒരിക്കൽ രേണുകാദേവിയുടെ മനസ്സ് ഒരു നിമിഷം ചലിച്ചപ്പോൾ കോപിഷ്ഠനായ ജമദഗ്നി മുനി തന്റെ മക്കളോട് അമ്മയെ വധിക്കാൻ ഉത്തരവിട്ടു. മറ്റു മക്കൾ അത് കേട്ട് പേടിച്ചു മാറി നിന്നു. എന്നാൽ അച്ഛന്റെ വാക്ക് അനുസരിക്കുക എന്നത് കടമയായി കണ്ട പരശുരാമൻ തന്റെ മഴുകൊണ്ട് അമ്മയുടെ ശിരസ്സറുത്തു. മകന്റെ ഭക്തിയിൽ പ്രീതനായ ജമദഗ്നി മുനി എന്താണ് വരമായി വേണ്ടതെന്ന് ചോദിച്ചു. എന്റെ അമ്മയെ തിരികെ ജീവിപ്പിച്ചു നൽകണം എന്നായിരുന്നു രാമന്റെ ആവശ്യം. അങ്ങനെ അച്ഛന്റെ അനുഗ്രഹത്താൽ അമ്മ വീണ്ടും ജീവനിലേക്ക് വന്നു. ഭാഗം 4. കാർത്തവീര്യാർജുനനും ജമദഗ്നിയും. ആ കാലത്ത് 1000 കൈകളുള്ള കാർത്തവീര്യാർജുനൻ എന്ന രാജാവായിരുന്നു ഹേഹേ വംശം ഭരിച്ചിരുന്നത്. ദത്താത്രേയ മുനിയുടെ അനുഗ്രഹത്താൽ വലിയ ശക്തികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ വേട്ടയാടാൻ ഇറങ്ങിയ രാജാവും സംഘവും വിശപ്പും ദാഹവും കൊണ്ട് ജമദഗ്നി മുനിയുടെ ആശ്രമത്തിലെത്തി. മുനിയുടെ പക്കലുണ്ടായിരുന്ന കാമധേനു എന്ന പശുവിന്റെ സഹായത്താൽ മുനി അവർക്കെല്ലാം വലിയ സദ്യ നൽകി. അത് കണ്ട രാജാവിന് ആ പശുവിനെ സ്വന്തമാക്കാൻ മോഹമായി. മുനി അത് നൽകാൻ വിസമ്മതിച്ചപ്പോൾ രാജാവ് മുനിയെ വധിക്കുകയും പശുവിനെ ബലമായി കൊണ്ടുപോവുകയും ചെയ്തു. ഭാഗം 5. 21 വട്ടം ക്ഷത്രിയ നിഗ്രഹം. തന്റെ പിതാവിനെ കൊന്ന കാർത്തവീര്യാർജുനനോട് പ്രതികാരം ചെയ്യാൻ പരശുരാമൻ കൊട്ടാരത്തിലേക്ക് കുതിച്ചു. 1000 കൈകളുള്ള ആ രാജാവിന്റെ ഓരോ കൈകളും പരശുരാമൻ തന്റെ മഴുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. രാജാവിനെ വധിച്ച ശേഷം ഭൂമിയിലെ അഹങ്കാരികളായ എല്ലാ രാജാക്കന്മാരെയും വധിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തു. 21 തവണ അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ച് അധർമ്മികളായ രാജാക്കന്മാരെ നിഗ്രഹിച്ചു. യുദ്ധങ്ങൾക്കൊടുവിൽ കീഴടക്കിയ ഭൂമിയെല്ലാം കശ്യപ് മഹർഷിക്ക് ദാനം ചെയ്തു. ഭാഗം 6. കേരളോൽപ്പത്തിയും സമാപ്തിയും. ഭൂമി മുഴുവൻ ദാനം ചെയ്തുകൊണ്ട് തനിക്ക് താമസിക്കാൻ പുതിയൊരിടം കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഗോകർണത്ത് കടൽത്തീരത്ത് നിന്ന് അദ്ദേഹം തന്റെ ദിവ്യമായ മഴു കടലിലേക്ക് എറിഞ്ഞു. ആ മഴു ചെന്ന് വീണ ദൂരം വരെ കടൽ വഴിമാറുകയും അവിടെ പച്ചപ്പുള്ള മനോഹരമായ ഒരു നാട് ഉയർന്നുവരികയും ചെയ്തു. അതാണ് നമ്മുടെ കേരളം. അവിടെ അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ആയോധനകലയായ കളരിപ്പയറ്റ് പഠിപ്പിക്കുകയും ചെയ്തു. തന്റെ ദൗത്യം പൂർത്തിയാക്കി ഇന്നും അദ്ദേഹം തപസ്സിൽ മുഴുകിയിരിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.